റിഫ്രാക്ഷൻ ത്രൂ എ സ്ഫെറിക്കൽ ലെൻസിൽ ആദ്യം നമ്മൾ കാണുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്നത് സത്യത്തിൽ ഇവിടെ ഒരു സ്ഫെറിക്കൽ പാർട്ട് ഉണ്ടായിരുന്നു, അതുപോലെ ഇവിടെയും ഒരു സ്ഫെറിക്കൽ പാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സ്ഫെറിക്കൽ പാർട്ടിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? കോൺവെക്സ് ലെൻസ് ഉണ്ടാകുന്നത്. കോൺവെക്സ് ലെൻസ് ഉണ്ടാകുന്നത് രണ്ട് സ്ഫെറിക്കൽ പാർട്ടിലാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഫെറിക്കൽ പാർട്ട് നമുക്ക് കിട്ടും, ഇവിടെയും സ്ഫെറിക്കൽ പാർട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ മിറേഴ്സ് പഠിക്കുമ്പോൾ അതിന് ഒറ്റ ഫോക്കസ്, ഒറ്റ സെന്റർ ഓഫ് കർവേച്ചർ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ രണ്ട് സർഫസ് ഉള്ളതുകൊണ്ട് അതിന് രണ്ട് ഫോക്കസും രണ്ട് സെന്റർ ഓഫ് കർവേച്ചറും ഒക്കെ വരും. വേറെ മിറേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ അവിടെ എഫ് എന്നും സി എന്നുമാണ് വിളിച്ചത്. ഫോക്കസ് എന്നും സെന്റർ ഓഫ് കർവേച്ചർ എന്നുമാണ് നമ്മൾ മിറേഴ്സിന്റെ കേസിൽ കോമൺലി വിളിക്കുന്നത്. പക്ഷേ ഇവിടെ ലെൻസസിന്റെ കേസിൽ അതിനെ F1, ഇടത്തെ സൈഡിലുള്ള ഫോക്കസിനെ F1 എന്നും അതിന്റെ ഇരട്ടിയായിട്ടുള്ള ആ ഒരു പോയിന്റിനെ 2F1 എന്നും വിളിക്കും. വലത്തെ സൈഡിലുള്ള ഫോക്കസിനെ F2 എന്നും അതിന്റെ ഇരട്ടിയായിട്ടുള്ള പോയിന്റിനെ 2F2 എന്നുമാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ കോൺകേവ് ലെൻസിന്റെ കേസ് എടുത്താലും രണ്ട് സ്ഫെറിക്കൽ പാർട്ട് വരും. ഇവിടെ ഒരു സ്ഫെറിക്കൽ പാർട്ട് ഉണ്ട്, ഇവിടെയും ഒരു സ്ഫെറിക്കൽ പാർട്ട് ഉണ്ട്. സോ ഈച്ച് സ്ഫിയർസ്, രണ്ട് സ്ഫിയറും ഉണ്ടായത്, ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഒരു സ്ഫെറിക്കൽ പാർട്ടിൽ നിന്നാണ്. ഇവിടെ ഒരു സ്ഫിയർ, ഇവിടെ ഒരു സ്ഫിയർ. അപ്പോൾ ആ രണ്ട് സ്ഫിയറിന് എന്തുണ്ട്? ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടായിരുന്നു. ആ സെന്റർ ഓഫ് കർവേച്ചറിന്റെ പോയിന്റിനെ നമുക്ക് 2F1 എന്ന് വിളിക്കാം. ആ സെന്റർ ഓഫ് കർവേച്ചറിന്റെ പകുതിനെ എന്തെന്ന് വിളിക്കാം? F1 എന്നും വിളിക്കാം. അതേപോലെ തന്നെ ഇവിടെ F1 ഉണ്ട്, 2F1 ഉണ്ട്. ഇതും ഒരു സ്ഫെറിക്കൽ പാർട്ടാണ്. അതിനൊരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടായിരുന്നു, അതിനെ നമുക്ക് 2F2 എന്ന് വിളിക്കാം. അതിന്റെ പകുതിനെ നമുക്ക് F2 എന്നും വിളിക്കാം. അടുത്തതായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം, ഈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു കൺവേർജ് ചെയ്യുന്ന ഒരു ലെൻസ് ആണ്. കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കൂടെ കൂട്ടിമുട്ടിപ്പിക്കുന്ന ഒരു ലെൻസ് ആണ്. ഈ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഡൈവേർജ് ചെയ്യിപ്പിക്കുന്നതും ഒരു ലെൻസ് ആണ്. ഡൈവേർജ് ചെയ്യിപ്പിക്കുന്നതും ലെൻസ് ആണ്. ഡൈവേർജ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസിനെ അടുപ്പിച്ചു കൊണ്ടുവരാതെ അകത്തി ഡൈവേർജ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ് ഡൈവേർജ് ചെയ്യുന്നതെന്ന് നോക്കിയേ, അത് വരുന്നത് ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ എന്താണ് കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത്, പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ആണ്, ആ റിഫ്രാക്ഷന് ശേഷം എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അതാണ് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എന്നും വലത്തെ സൈഡിലായിരിക്കും. മറ്റിടത്ത് ഫോക്കസ് ഉണ്ട്, പക്ഷെ നമ്മൾ മെയിൻ ഫോക്കസ് ആയിട്ട് കരുതേണ്ടത് ഏതാണ്? വലത്തെ സൈഡിലെ ഫോക്കസ് ആണ്. കോൺകേവ് ലെൻസിന്റെ കേസിൽ ഫോക്കസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും പാരലൽ ലൈറ്റ് റേസ്. ആർക്കാ പാരലൽ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം അത് ഡൈവേർജ് ചെയ്തു പോകും. പക്ഷെ ആ ഡൈവേർജ് ചെയ്ത് പോകുന്നത് എവിടെ നിന്ന് വരുന്ന പോലെ തോന്നും? ഒരു കോമൺ പോയിന്റിൽ നിന്ന്. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് ലെൻസ് എന്നും എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് ലെൻസ് എന്നുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ജസ്റ്റ് നമുക്കൊന്ന് കണ്ട കാര്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, കോൺവെക്സ് ലെൻസ് സത്യത്തിൽ ഇതൊരു സ്ഫെറിക്കൽ പാർട്ടാണ്, ഇതും ഒരു സ്ഫെറിക്കൽ പാർട്ടാണ്. ഈ ഫസ്റ്റ് സ്ഫിയറിന് ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു സെന്റർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സെക്കൻഡ് സ്ഫിയറിനും ഒരു സെന്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ലെൻസസിൽ നമുക്ക് രണ്ട് വീതം സെന്റർ ഓഫ് കർവേച്ചറും രണ്ട് വീതം ഫോക്കസും വരുന്നത്. ഇനി ഞാൻ ഈ ഒരു പാർട്ടിനെ എല്ലാം ഇത്രയും പാർട്ടിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ലെൻസ് കിട്ടും. എങ്ങനെ ഇരിക്കുന്ന? ഇവിടെ നിന്ന് ഇത്രയും ഭാഗം, ഈ ഭാഗവും കളഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സർഫസ് ഉള്ള ഒരു ലെൻസ് ലഭിക്കും. അപ്പോൾ ആ ലെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺവെക്സ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ഇങ്ങനെ ഇരിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കാരണം ഇതിന്റെ ഭാഗം ഒരു വലിയൊരു സ്ഫിയറിന്റെ ഭാഗമായിരുന്നു, ഇതും ഒരു വലിയ സ്ഫിയറിന്റെ ഭാഗമായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു സ്ഫിയറിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതിനൊരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. അതിന് നമുക്ക് C1 എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇതും ഒരു വലിയ സ്ഫിയറിന്റെ ഭാഗമായിരുന്നു, അതിനും ആ സ്ഫിയറിനും എന്തുണ്ടായിരുന്നു? ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടായിരുന്നു. അതിന് നമുക്ക് C2 എന്ന് വിളിക്കാം.
അതായത് ഫസ്റ്റ് ഈ ഒരു സ്ഫിയറിന്റെ സെന്ററിനെ സെന്റർ ഓഫ് കർവേച്ചർ എന്നും ഈ ഒരു പുതിയ സ്ഫിയറിന്റെ സെന്റർ ഓഫ് കർവേച്ചറിനെ C2 എന്നും വിളിക്കാം. ഇനി ഇങ്ങനെ ഫോം ചെയ്ത ഈ ഒരു ലെൻസിന്റെ ഒത്ത നടുക്ക് ഭാഗം സെന്റർ ഓഫ് ദ ലെൻസ് ഈസ് നോൺ ടു ബി ആസ് ഒപ്റ്റിക്കൽ സെന്റർ O. ഒപ്റ്റിക്കൽ സെന്റർ O. ഈ C1 ഉം ഒപ്റ്റിക്കൽ സെന്ററും C2 ഉം കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത് C1 ഉം C2 ഉം O യും കൂടെ കൂട്ടി നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് C1 ലേക്കുള്ള ദൂരമുണ്ട്. ആ ദൂരത്തിനെ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ R എന്ന് വിളിക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ R. ഇനി കോൺവെക്സ് ലെൻസിന്റെ കേസിൽ പാരലൽ ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഒരു കോമൺ പോയിന്റിലൂടെ എന്ത് ചെയ്തു പോകും? പാരലൽ ലൈറ്റ് റേസ് എല്ലാം പാരലൽ ലൈറ്റ് റേസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് റിഫ്രാക്ഷന് ശേഷം ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്തു പോകും. ആ കോമൺ പോയിന്റിനെയാണ് ഫോക്കസ് ഓഫ് ദ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആ ലെൻസ് വരയ്ക്കുകയാണ്. നമ്മൾ ഒപ്റ്റിക്കൽ സെന്റർ കണ്ടു, അതുപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചർ C2, ഇതിനെ നമുക്ക് C1 എന്ന് വിളിക്കാം. പിന്നെ ഫോക്കസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടു, ഞാൻ അതിനെ F2 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അതേപടി തന്നെ ഇവിടെ നിന്നാണ് ലൈറ്റ് റേസ് വരുന്നതെങ്കിൽ പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ഇടത്തെ സൈഡിൽ നിന്നാണ് എല്ലാ പ്രാവശ്യവും ലൈറ്റ് റേ നമ്മൾ ഇടിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും റിഫ്രാക്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഫോക്കസിലൂടെ അത് കടന്നു പോകും. അതിനെ നമുക്ക് F1 എന്ന് വിളിക്കാം. ഇനി ഈ C1 ൽ നിന്ന് O അല്ലെങ്കിൽ O യിൽ നിന്ന് C1 ലേക്കുള്ള ദൂരത്തിന് നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരലൽ ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം എന്തിലൂടെയാണോ കടന്നു പോകുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോക്കസിലേക്കുള്ള ദൂരം അതിനെ നമുക്ക് ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ F എന്നാണ് വിളിക്കുന്നത്. ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ F. C ലേക്കുള്ള ദൂരത്തിന് റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ R എന്നും ഫോക്കസിലേക്കുള്ള ദൂരം സ്മോൾ ലെറ്റർ F ഫോക്കൽ ലെങ്ത് എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. മാത്രമല്ല ഉറപ്പായിട്ടും F എന്ന് പറയുന്നത് റേഡിയസിന്റെ പകുതിയായിരിക്കും. F എന്ന് പറയുന്നത് എന്നും റേഡിയസിന്റെ പകുതിയായിരിക്കും. അതായത് റേഡിയസ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഫോക്കസ് എത്ര സെന്റിമീറ്റർ വരത്തുള്ളൂ? 5 സെന്റിമീറ്റർ. റേഡിയസ് 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഫോക്കസ് എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഫോക്കസ് 5 ആണെങ്കിൽ റേഡിയസ് 10, ഫോക്കസ് 6 ആണെങ്കിൽ റേഡിയസ് 20 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഇവിടെ എത്രയായിരുന്നോ നമ്മൾ എടുത്തത്, ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 5 സെന്റിമീറ്റർ കാണും. ഓയും സിയും എത്രയാണോ 10 ആണെങ്കിൽ ഈ ഓയും സിയും തമ്മിലും 10 തന്നെ കാണും. സോ നമ്മളിപ്പോ പഠിച്ചത് എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ, എന്താണ് ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാരലൽ ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം എതിലൂടെയാണോ ഒരു കോൺവെക്സ് ലെൻസിൽ പാസ് ചെയ്യുന്നത്, ലൈറ്റ് റേസ് എല്ലാം കൺവേർജ് ചെയ്യും ഒരു പോയിന്റിൽ, അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്ത ദൂരങ്ങളെ പഠിച്ചു. സെന്ററിലേക്ക് ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് സെന്ററിലേക്കുള്ള ദൂരത്തിനാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരത്തിനാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. പിന്നെ പഠിച്ചത് F=R/2 എന്ന് പറയുന്ന കൺസെപ്റ്റും പറഞ്ഞു. അതായത് ഫോക്കസ് 5 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഇനി ഈ സീനെ നമുക്ക് അടുത്തതായിട്ട് 2F1 എന്ന് വിളിക്കാം. നമ്മൾ എന്തുകൊണ്ടാന്ന് പറഞ്ഞു, ഇത് 5 ആണെങ്കിൽ എന്തായിരിക്കും? 10. അതുകൊണ്ട് ഇത് F1 ആണെങ്കിൽ എത്രയായിരിക്കും? 2F1. ഇത് F2 ആണെങ്കിൽ ഇതിന്റെ വേറെ പേര് നമുക്ക് 2F2 എന്ന് വിളിക്കാം. ഇപ്പൊ ഞാൻ എക്സാക്ട് സ്കെയിലും പെൻസിലും അതുപോലെ തന്നെ കോമ്പസും ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒരുപക്ഷെ ഈ ലെങ്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ കാണും. പക്ഷെ കറക്റ്റ് ആയിട്ട് നമ്മൾ കോമ്പസും സ്കെയിലും പെൻസിലും ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് 4 ആണെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 8 ആയിരിക്കും. ഓയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം 8 ആയിരിക്കും. അതുപോലെ തന്നെ ഓയിൽ നിന്ന് F2 ലേക്കുള്ള ദൂരം 4 വേണം. ഓയിൽ നിന്ന് C2 ലേക്കുള്ള ദൂരം 8 വേണം. എങ്ങനെയുള്ളതാണെങ്കിൽ സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ലെൻസ് ആണെങ്കിൽ ഈ ദൂരങ്ങൾ പരസ്പരം തുല്യമായിരിക്കും. സോ ഇതാണ് ലെൻസിന്റെ കേസിൽ പറയുവാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി കോൺവെക്സിന്റെ കേസ് നമ്മൾ പരിചയപ്പെട്ടു. കോൺകേവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 2 വലിയ സ്ഫെറിക്കൽ പാർട്ടിൽ നിന്നാണ്. ഇങ്ങനെ ഒരു സ്ഫിയർ. ഈ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ട് C1, ഈ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ട് C2.
അതിന്റെ പകുതിനെ നമുക്ക് F1 എന്ന് വിളിക്കാം, അതിന്റെ പകുതിനെ F2 എന്ന് വിളിക്കാം. ഇനി ഇവന്മാര് ഈ രണ്ട് സ്ഫെറിക്കൽ പാർട്ടിൽ നിന്നും നമ്മൾ ഇങ്ങനെ ഒരു ലെൻസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സെന്റർ ഓഫ് ദ ലെൻസ് നമുക്ക് ഒപ്റ്റിക് സെന്റർ എന്ന് വിളിക്കാം. ഇങ്ങനെ പാസ് ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് ലൈനിനെ സെന്ററും ഒപ്റ്റിക് സെന്ററും അതുപോലെ അടുത്ത സെന്റർ തമ്മിൽ പാസ് ചെയ്ത ഈ സ്ട്രെയിറ്റ് ലൈനെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് C1ലേക്കുള്ള ദൂരത്തിനെ R എന്ന് വിളിക്കാം, R1 എന്ന് വിളിക്കാം. അതേ ദൂരം തന്നെയായിരിക്കണം C2ലേക്കുള്ളത്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് F1ലേക്കുള്ള ദൂരത്തിന് നമുക്ക് സ്മോൾ ലെറ്റർ f അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് വിളിക്കാം. അതുപോലെ തന്നെയായിരിക്കും ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരവും സ്മോൾ ലെറ്റർ f ആയിരിക്കും. ഇവിടെയും f എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ന്റെ പകുതിയായിരിക്കും, റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും. ഇനി അത് നമ്മൾ നീറ്റ് ആയിട്ട് വരച്ച് നോക്കുമ്പോൾ ഒരു സ്ഫെറിക്കൽ പാർട്ട്, അടുത്ത സ്ഫെറിക്കൽ പാർട്ട്. ഇപ്പൊ കോൺകേവ് ലെൻസ് ലഭിച്ചിട്ടുണ്ട്, ഒപ്റ്റിക്കൽ സെന്റർ വരച്ചു, പ്രിൻസിപ്പൽ ആക്സിസ് കണക്ടിംഗ് ടു സെന്റേഴ്സ് ഓഫ് കർവേച്ചർ C1 ആൻഡ് C2. നമുക്ക് ഇതിന്റെ ഫോക്കസ് എന്താണെന്ന് നോക്കാം. പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഡൈവേർജ് ചെയ്തു പോകുന്നു. പക്ഷെ ആ ഡൈവേർജ് ചെയ്ത് പോകുന്ന ആ ഒരു റേ ഓഫ് ലൈറ്റ് പുറകിലേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ എവിടെ നിന്ന് വരുന്ന പോലെ തോന്നുന്നു? ഒരു പോയിന്റിൽ നിന്ന് വരുന്ന പോലെ തോന്നുന്നു. ആ പോയിന്റിനെയാണ് ഫോക്കസ് ഓഫ് ദ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് പാരലൽ ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്തു പോകുന്നു. പക്ഷെ ആ റിഫ്രാക്ട് ചെയ്ത ആ ലൈറ്റ് റേനെ പുറകിലേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ എവിടെ നിന്ന് വരുന്ന പോലെ തോന്നുന്നു? ഒരു പോയിന്റിൽ നിന്ന്. അതിനെയാണ് നമ്മൾ ഫോക്കസ് ഓഫ് ദ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കേണ്ടത്. ഈ ഫോക്കസിലേക്കുള്ള ദൂരത്തിന് നമുക്ക് സ്മോൾ ലെറ്റർ f എന്നും ഈ ഒരു സെന്റർ ഓഫ് കർവേച്ചറും ഒപ്റ്റിക്കൽ സെന്ററും തമ്മിലുള്ള ദൂരത്തിനെ R എന്നും വിളിക്കാം. ഇവിടെയും ഇത് 5 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. 10 സെന്റിമീറ്റർ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു ഡൈവേർജിംഗ് ലെൻസ് ആണ്, ഡൈവേർജിംഗ് ലെൻസ്. പക്ഷേ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നമ്മൾ കണ്ടിരുന്നു ഇതൊരു കൺവേർജിംഗ് ലെൻസ് ആണ്. ഇതൊരു കൺവേർജിംഗ് ലെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം പാരലൽ ലൈറ്റ് റേസിനെ എന്ത് ചെയ്യുന്നു? കോൺവെക്സ് ലെൻസ് കൺവേർജ് ചെയ്യുകയും പക്ഷേ പാരലൽ ലൈറ്റ് റേസിനെ ഒരു കോൺകേവ് ലെൻസ് പാരലൽ ലൈറ്റ് റേസിനെ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? ഡൈവേർജ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇത് ഡൈവേർജിംഗ് ലെൻസും മറ്റേത് കൺവേർജിംഗ് ലെൻസും ആണ്. കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിക്കുക, ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടാതെ എവേ രണ്ടും വേറെ ദിശയിലേക്ക് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ഡൈവേർജ് ചെയ്ത് പോകുന്ന ആ ഒറിജിനൽ റേ ഓഫ് ലൈറ്റിന്റെ പാർട്ടിന്റെ അവിടെ നിന്ന് നമ്മൾ പുറകേട്ട് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ നമുക്കത് കോമൺ ഫോക്കസിലേക്ക് കൂട്ടിമുട്ടുന്നതും കാണാൻ പറ്റും. കോൺവെക്സ് ലെൻസ്, ഒപ്റ്റിക്കൽ സെന്റർ, സെന്റർ 1, സെന്റർ 2, F1, F2. അതുപോലെ തന്നെ കോൺകേവ് ലെൻസ്, ഒപ്റ്റിക് സെന്റർ C1, C2, C2. അപ്പോ ഒപ്റ്റിക്കൽ സെന്ററും C1ന്റെയും പകുതിയായിരിക്കും എന്ത്? F1. ഒപ്റ്റിക്കൽ സെന്ററിന്റെയും C2ന്റെയും പകുതിയായിരിക്കും എന്ത്? F2. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഈ C1നെ എന്തെന്ന് വിളിക്കാം? 2F1. ഇതിനെ എന്തെന്ന് വിളിക്കാം? 2F2. ഇതിനെ 2F2. ഇതിനെ 2F1. സോ ഇത്രയും കേസുകളാണ് നമ്മൾ ഒപ്റ്റിക്കൽ സെന്റർ ഡിസ്ക്രൈബ് ചെയ്തു. ഫോക്കസ് എന്താണെന്ന് പറഞ്ഞു, ഫോക്കൽ ലെങ്ത് എന്താണെന്ന് പറഞ്ഞു, സെന്റർ ഓഫ് കർവേച്ചർ എന്താണെന്ന് പറഞ്ഞു. സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരം ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നുള്ളത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണെന്ന് പറഞ്ഞു. ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. അതിന്റെ ദൂരം എത്രയാണെന്നും പറഞ്ഞു. അതായത് ഈ f എന്ന് പറയുന്നത് റേഡിയസിന്റെ എന്തായിരിക്കും? റേഡിയസിന്റെ പകുതിയായിരിക്കുമെന്നും നമ്മൾ കണ്ടു. റേഡിയസിന്റെ പകുതിയായിരിക്കും f. അടുത്തതായിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അതിന്റെ ഫോക്കൽ പോയിന്റിനെ കുറിച്ചിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ടെക്സ്റ്റിൽ എല്ലാ ലൈറ്റ് റേയും ഇടതേ സൈഡിൽ നിന്നാണ് വന്ന് പതിക്കുന്നത്. അപ്പോൾ അത് റിഫ്രാക്ട് ചെയ്യുമ്പോൾ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഇതിലൂടെ കടന്നു പോകും,
ഫോക്കസിലൂടെ കടന്നു പോകും. നമ്മുടെ ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കേസിലും എല്ലാ ലൈറ്റ് റേസും, കോൺകേവിന്റെ കേസിലും എല്ലാ ലൈറ്റ് റേസും ഇടതേ സൈഡിൽ നിന്നാണ് നമ്മൾ വന്ന് ഇടിപ്പിക്കുന്നത്. റിഫ്രാക്ട് ചെയ്തിട്ട് അത് ഡൈവേർജ് ചെയ്ത് പോകും. പക്ഷേ അത് കോമൺ ആയിട്ടുള്ള ഈ ഒരു പോയിന്റ്, അതായത് ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ നമുക്ക് തോന്നിക്കും. സോ ഇങ്ങനെയാണ് ഫോക്കൽ പോയിന്റ് ഓഫ് കോൺവെക്സ് ലെൻസും ഫോക്കൽ പോയിന്റ് ഓഫ് കോൺകേവ് ലെൻസും ചോദിച്ചാൽ എഴുതേണ്ടത്. മാത്രമല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് മെയിൻ ഫോക്കസ്, ഇവിടെ രണ്ട് ഫോക്കസ് ഉണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാൻ ഇടതേ സൈഡിൽ നിന്നാണ് ലൈറ്റ് റേ വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ്, അതായത് കോൺവെക്സിന്റെ കേസിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട ഫോക്കസ് എവിടെയാണ്? വലതേ സൈഡിൽ, വലത് ആണെന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഇടത് സൈഡിലാണെന്നും ഓർക്കുക. കോൺകേവിന്റെ കേസിൽ ഇടത് സൈഡിലും കോൺവെക്സിന്റെ സൈഡിൽ വലത് സൈഡിലുമാണെന്ന് ഓർക്കുക. അടുത്തതായിട്ട് കോൺവെക്സിന്റെയും കോൺകേവിന്റെയും കേസിലെ റേ ഡയഗ്രംസ് വരയ്ക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 റൂൾസ് നമുക്ക് കാണാം. കോൺകേവിന്റെയും കോൺവെക്സിന്റെയും റേ ഡയഗ്രംസ് വരയ്ക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 റൂൾസ്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് കോൺവെക്സിന്റെ കേസിൽ ഒപ്റ്റിക്കൽ സെന്റർ F2, F1, C1, C2 പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ് ഇതിലൂടെ കടന്നു പോകും? ഫോക്കസിലൂടെ കടന്നു പോകും. സിമ്പിൾ. രണ്ടാമത്തെ റൂൾ കോൺവെക്സിന്റെ കേസിൽ ഒപ്റ്റിക് സെന്റർ F1, 2F1, F2, 2F2. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫോക്കസിലൂടെ, അത് എങ്ങനെ കടന്നു പോകാം? ഇങ്ങനെ വേണമെങ്കിൽ കടന്നു പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കടന്നു പോകാം. എങ്ങനെ കടന്നു പോയാലും കുറ്റമില്ല. ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ ഇടിച്ചതിന് ശേഷം പാരലലായിട്ട് കടന്നു പോകും. ഫോക്കസ് ഇവിടെ പോകുന്നത് മുകളിലോട്ട് വരിക. ഇനി ഇതിലൂടെയാണ് ഫോക്കസിലൂടെ കടന്നു പോകുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ഫോക്കസിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ആ ലൈറ്റ് റേ ഇങ്ങനെ പാരലലായിട്ട് പോകും. നോക്കിക്കേ, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് റിഫ്രാക്ട് ചെയ്തിട്ട് ഫോക്കസിലൂടെ കടന്നു പോകും. അടുത്തതായിട്ട് അപ്പോൾ രണ്ട് റൂൾസ് നമ്മൾ പറഞ്ഞു. പാരലൽ ലൈറ്റ് റേസ് ഫോക്കസിലൂടെ കടന്നു പോകും. രണ്ടാമത്തെ റൂള് ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ റിഫ്രാക്ഷൻ ശേഷം പാരലലായിട്ട് പോകും. ഒന്നാമത്തെ റൂള് പാരലലായിട്ട് കടന്നു പോകുന്ന ലൈറ്റ് റേ റിഫ്രാക്ഷൻ ശേഷം ഫോക്കസിലൂടെയും, ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ റിഫ്രാക്ഷൻ ശേഷം പാരലലായിട്ടും കടന്നു പോകും. മൂന്നാമത്തെ റൂൾ വളരെ സിമ്പിൾ ആണ്. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഇത് ഒപ്റ്റിക്കൽ സെന്റർ ആണ്, ഇത് F1, ഇത് 2F1, ഇത് F2, ഇത് 2F2. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പോകുന്ന ലൈറ്റ് റേക്ക് നോ റിഫ്രാക്ഷൻ അറ്റ് ഓൾ. ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടി പാസ് ചെയ്തു പോയാൽ ഇറ്റ് വിൽ ഗോ അൺഡീവിയേറ്റഡ്. ഒരു റിഫ്രാക്ഷൻ സംഭവിക്കാത്ത പോലെ അത് എന്ത് ചെയ്തു പോകും? നേരെ തന്നെ പോകും. നോ റിഫ്രാക്ഷൻ ഇൻ ദാറ്റ് കേസ്. ഇതാണ് 3 റൂൾ ഫോർ ഡ്രോയിങ് ദ റേ ഡയഗ്രം ഓഫ് കോൺവെക്സ് ലെൻസ്. ഇനി അടുത്തത് 3 റൂളുകൾ ഏതിനു വേണ്ടിയുള്ളത്? കോൺകേവ്. കോൺകേവിന് വേണ്ടിയുള്ള 3 റൂളുകൾ നമുക്ക് പരിചയപ്പെടാം. കോൺകേവിന്റെ 3 റൂളുകൾ. ഫസ്റ്റ് റൂൾ, this is optic center, this is F1, this is 2F1, this is F2, this is 2F2. സെക്കൻഡ് കേസിന് വേണ്ടി ആദ്യമേ നമുക്ക് വരച്ചു വെക്കാം. This is optic center, this is F1, this is 2F1, this is F2, this is 2F2. മൂന്നാമത്തെ കേസ്, this is optic center, this is F1, this is 2F1, this is F2, this is 2F2. അപ്പോൾ 3 കേസസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേ റിഫ്രാക്ഷന് ശേഷം ഡൈവേർജ് ചെയ്തു പോകും. പക്ഷെ അത് വരുന്നത് ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്തു പോയതുപോലെ നമുക്ക് തോന്നും. നോക്കിക്കേ, പാരലൽ ലൈറ്റ് റേ റിഫ്രാക്ഷന് ശേഷം വളഞ്ഞ് റിഫ്രാക്ട് ചെയ്ത് ഡൈവേർജ് ചെയ്തു പോകുന്നു. പക്ഷെ അത് പുറകേട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ എവിടെ നിന്ന് വരുന്ന പോലെ തോന്നുന്നു? ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് വരയ്ക്കാം. പാരലൽ ലൈറ്റ് റേ റിഫ്രാക്ഷന് ശേഷം ഡൈവേർജ് ചെയ്തു പോകുന്നു. പക്ഷെ പുറകിലേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ എവിടെ നിന്ന് വരുന്ന ഫീലിംഗ് ഉണ്ടാവും? ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെ റിഫ്രാക്ട് ചെയ്തിട്ട്
നോക്കിയേ, അതിന്റെ ആ റിഫ്രാക്ഷൻ ചെയ്യുന്ന ആ ഒരു ലൈറ്റിന്റെ പാത്ത് പുറകോട്ട് എക്സ്ട്രാപ്ലേറ്റ് ചെയ്താൽ ഫോക്കസിലേക്ക് ചെന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്നത് ഡീവിയേഷൻ ഇല്ലാതെ കടന്നു പോകും. ഇവിടെ ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടി കടന്നു പോകുന്നത് ഡീവിയേഷൻ ഇല്ലാതെ കടന്നു പോകും. അപ്പോൾ ഈ 3 റൂളുകളുമാണ് നമുക്ക് എന്ത് വേണ്ടത്, റേ ഡയഗ്രാംസ് വരയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ളത്, കോൺകേവിന്റെയും കോൺവെക്സിന്റെയും കേസിൽ. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നമുക്കിനി ചെക്ക് ചെയ്യാനുള്ളത് എത്ര കേസസ് ഉണ്ടെന്നാണ്. കോൺകേവിനും കോൺവെക്സിനും എത്ര കേസ് ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വെച്ചാൽ അത് F2-ലാണ്. അതായത് കോൺവെക്സിന്റെ കേസിൽ ഒബ്ജക്റ്റ് വെക്കേണ്ടതെല്ലാം ഇടത്തെ സൈഡിൽ, ഇമേജ് ആദ്യത്തെ 5 കേസിലും ഉണ്ടാകുന്നത് എവിടെ, വലത്തെ സൈഡിൽ. ആദ്യത്തെ 5 കേസിലും ഉണ്ടാകുന്നത് വലത്തെ സൈഡിൽ, 6ാമത്തെ ഒരു കേസിൽ മാത്രമാണ് ഇടത്തെ സൈഡിൽ തന്നെ എന്തുണ്ടാവുന്നത്, ഇമേജ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാം. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ 1ാമത്തെ കേസ് അറ്റ് ഇൻഫിനിറ്റി. അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്ത്. 2ാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് 2f, അതായത് സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ 2f1 ന്റെ തൊട്ടടുത്ത്, ബിയോണ്ട് 2f1. അടുത്ത കേസ് അറ്റ് 2f1, കറക്റ്റ് സിയിൽ, കറക്റ്റ് സി അല്ലെങ്കിൽ കറക്റ്റ് 2f-ൽ. 2f1 ഇടത്തെ സൈഡിലാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്, ഒബ്ജക്റ്റുകളെല്ലാം വെക്കേണ്ടത്. 3ാമത്തെ കേസ് ബിറ്റ്വീൻ f1 ആൻഡ് 2f1, f1-നും 2f1-നും ഇടയ്ക്ക്. 4ാമത്തെ കേസ് പറഞ്ഞാൽ 5ാമത്തെ കേസ് അറ്റ് f1, 6ാമത്തെ കേസ് ബിറ്റ്വീൻ f1 ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ, f1-നും ഒപ്റ്റിക്കൽ സെന്ററിനും ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 6ാമത്തെ കേസ് മാത്രമാണ് ഇടത്തെ സൈഡിൽ എന്തുണ്ടാകുന്നത്, ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇടത്തെ സൈഡിൽ മാത്രമാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി എല്ലാ കേസിലും നമുക്ക് പഠിക്കാനുള്ള ബാക്കി 6 കേസിലും എവിടെയാണ്, ആദ്യത്തെ 5 കേസിലും വലത്തെ സൈഡിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം നമുക്ക്. നോക്കിയേ, ഫസ്റ്റ് കേസിൽ ഇമേജ് ഉണ്ടാകുന്നത് F2-ൽ, സെക്കൻഡ് കേസിൽ F2-ക്കും 2f2-ക്കും ഇടയിൽ, തേർഡ് കേസിൽ 2f2-ൽ, ഫോർത്ത് കേസിൽ ബിയോണ്ട് 2f2, അതും വലത്തെ സൈഡാണ്. 5ാമത്തെ കേസിൽ f1 വെച്ചാൽ കിട്ടുന്നത് അപ്പുറത്തെ ഇൻഫിനിറ്റിയിൽ, വലത്തെ സൈഡിലുള്ള ഇൻഫിനിറ്റിയിൽ. ബിറ്റ്വീൻ f ആൻഡ് o വെക്കുമ്പോൾ മാത്രം അറ്റ് ദ സെയിം സൈഡ് ഓഫ് ദ ലെൻസ്, ഒരേ സൈഡിൽ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇനി ഇത് ഓർത്തിരിക്കാൻ എളുപ്പ വഴിയുണ്ട്. ആദ്യത്തെ 5 കേസ് മാത്രം ആദ്യം ഓർക്കുക. ഏറ്റവും ആദ്യത്തത് വളരെ ചെറുതായിരിക്കും, ഹൈലി ഡിമിനിഷ്ഡ്. പിന്നെ എന്ത് പറ്റും, ഡിമിനിഷ്ഡ് ആവും, അതായത് കുറച്ച് സൈസ് വെച്ച്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സൈസ് വെച്ചിട്ട് എന്തായി, സെയിം സൈസ് ആയി. അത് കഴിഞ്ഞിട്ടോ എൻലാർജ്ഡ് ആയി. എൻലാർജ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, വലുതായി. ബിറ്റ്വീൻ f1 ആൻഡ് o വെച്ചാൽ നമുക്ക് കിട്ടുന്നത് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട്, അതും എന്താണ്, എൻലാർജ്ഡ്. അപ്പൊ ഏറ്റവും ചെറുത് പിന്നെ ഇച്ചിരി വലുതായി, പിന്നെ സെയിം സൈസായി, വലുതായി, വളരെ, അതായത് ആദ്യം ചെറുത്, പിന്നെ കുറച്ചുകൂടെ വലുതായി, പിന്നെ സെയിം സൈസായി, പിന്നെ കണ്ടോ ഒബ്ജക്റ്റിനെക്കാളും എന്തായി, വലുതായി ഇമേജ്. നോക്കിക്കേ, ഫസ്റ്റ് 5 കേസിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും, റിയലും ഇൻവേർട്ടഡും. ഇപ്പൊ ലേറ്റസ്റ്റ് CBSE-യുടെ ടെക്സ്റ്റിലാണ് നമുക്ക് ഇമേജ് വുഡ് നോട്ട് ബി ഫോംഡ് എന്ന് കിടക്കുന്നത്. പണ്ടത്തെ ടെക്സ്റ്റ് നമുക്ക് റെഫർ ചെയ്യുമായിരുന്നെങ്കിൽ ഈ 5 എണ്ണവും റിയൽ ആൻഡ് ഇൻവേർട്ടഡും, ലാസ്റ്റ് കേസ് മാത്രം വെർച്വലും ഇറക്റ്റും ആയിരുന്നു, വെർച്വലും ഇറക്റ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി അടുത്തായിട്ട് പറയേണ്ടത് ഏതാ, റിയൽ എന്താണ്, വെർച്വൽ എന്താണെന്നുള്ളത്. റിയൽ ആണെങ്കിൽ അവന്റെ കൂടെ എന്നും ഉള്ളതാരാ, ഇൻവേർട്ടഡ്. അവന്റെ കൂടെ എന്നും ഉള്ളതാരാ, ഇൻവേർട്ടഡ്. വെർച്വൽ ആണെങ്കിൽ കൂടെ എന്നും ഉള്ളതാരാ, ഇറക്റ്റ്. എന്താണ് ഈ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ, തല തിരിഞ്ഞിരിക്കുന്നത്. റിയൽ എന്ന് പറഞ്ഞാൽ ഏത് ഇമേജ് ആണോ നമുക്ക് സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയേണ്ടത്, റിയൽ ഇമേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇമേജുകളെയാണ് എന്ന് പറയുന്നത് വെർച്വൽ ഇമേജുകൾ. വെർച്വൽ ഇമേജുകൾ എന്നും എന്തായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള എന്താണ്, പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജുകളാണ് എന്ത്, വെർച്വലും ഇറക്റ്റും. വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യാതെ മിററിന്റെ അകത്ത് തന്നെയാണ് ഉണ്ടാവുന്നത്. ഏത് കേസിൽ, പ്ലെയിൻ മിററിന്റെ കേസിൽ. വെർച്വൽ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ മിററിന്റെ കേസിൽ സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഏതിലാണ്, പ്ലെയിൻ മിററിന്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് വെർച്വൽ ഇമേജസ് cannot be formed on a screen, സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. വെർച്വൽ ഇമേജസ് എന്നും എങ്ങനെയായിരിക്കും, നേരെ ഉള്ളതായിരിക്കും.
അതുപോലെ തന്നെ റിയലും ഇൻവേർട്ടഡും. റിയൽ ആണോ അയാളുടെ കൂടെ ആര് കാണും? ഇൻവേർട്ടഡും കാണും. റിയൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്രീനിൽ നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതിനെയാണ് എന്ന് പറയുന്നത് റിയൽ എന്ന് പറയുന്നത്. റിയൽ എന്ന് പറയുന്നത് ഇമേജസ് ദാറ്റ് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കേണ്ടത്? റിയൽ ഇമേജസ് എന്ന് വിളിക്കേണ്ടത്. സ്ക്രീനിൽ നമുക്ക് കിട്ടുന്നതിനെ റിയൽ എന്ന് വിളിക്കും. അവന്റെ കൂടെ എന്നും ഉണ്ടാവുന്ന ആള് നമ്മൾ എഴുതേണ്ടത് ആരാ? ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കിട്ടിയോ അവൻ തലതിരിഞ്ഞായിരിക്കും, സ്ക്രീനിൽ കിട്ടാതിരുന്നോ അവൻ വെർച്വൽ ആയിരിക്കും, അവൻ എന്നും എന്തായിരിക്കും? നേരെ ആയിരിക്കും, നേരെ ആയിരിക്കും. സോ ഈ 6 കേസ് നല്ലതുപോലെ നമ്മൾ പഠിക്കണം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള 2 കേസസ് ഓഫ് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ആകെ 2 കേസേ ഉള്ളൂ. അത് ഈ ഫസ്റ്റ് കേസ് അറ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ എവിടെ കിട്ടും ഇമേജ്? ഫോക്കസിൽ. വളരെ ചെറുതായിരിക്കും, ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും, പോയിന്റ് സൈസ് ആയിരിക്കും, വളരെ ചെറുതായിരിക്കും. മാത്രമല്ല ഈ കോൺകേവിന്റെ കേസിൽ 2 കേസേ ഉള്ളൂ. അത് രണ്ടും വെർച്വലും ഇറക്റ്റും ആയിരിക്കും. വെർച്വലും ഇറക്റ്റും കിട്ടണമെങ്കിൽ എവിടെയാണ് അത് കിട്ടുന്നത്? വലത്തെ സൈഡിൽ വെച്ച ഒബ്ജക്റ്റിൻ്റെത് വലത്തെ സൈഡിൽ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് അനുസരിച്ച് വെർച്വലും ഇറക്റ്റും ആയിരിക്കും. രണ്ടാമത്തെ കേസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ. ഇൻഫിനിറ്റിക്കും ഒപ്റ്റിക്കൽ സെന്ററിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചാൽ നമുക്ക് ആൻസർ അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദ ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ F1 ആൻഡ് O ആയിരിക്കും. ഫോക്കസിന്റെയും ഒപ്റ്റിക്കൽ സെന്ററിന്റെയും ഇടയിലായിരിക്കും ഇമേജ് കിട്ടുന്നത്. ലെൻസസിന്റെ കേസിൽ വെർച്വൽ ഇറക്റ്റും ആണെങ്കിൽ ഇമേജ് കിട്ടുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയും. വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്രീനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത ഇമേജസിനെയാണ് എന്ന് പറയുന്നത് വെർച്വൽ. അവൻ എന്നും നേരെയുള്ളവനായിരിക്കും. അതുപോലെ തന്നെ റിയൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്രീനിൽ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇമേജസിനെയാണ് എന്ന് പറയുന്നത് റിയൽ. അവൻ എന്നും തല കുത്തനെയായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ്, ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഫസ്റ്റ് കേസ് നമുക്ക് മനസ്സിലാവും. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന എവിടെയാ? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ വെച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ എങ്ങനെ എടുക്കണം? പാരലൽ ലൈറ്റ് റേ എടുക്കണം. ഒബ്ജക്റ്റിൽ നിന്ന് വന്നാൽ എടുക്കേണ്ട ലൈറ്റ് റേ എന്തായിരിക്കണം? പാരലൽ ലൈറ്റ് റേ. പാരലൽ ലൈറ്റ് റേ നമ്മൾ നേരത്തെ റൂൾ പഠിച്ചപ്പോൾ പറഞ്ഞു എതിലൂടെ കടന്നു പോകും? ഫോക്കസിലൂടെ. ഏത് ഫോക്കസിലൂടെ? വലത്തെ സൈഡിലുള്ള ഫോക്കസിലൂടെ. അപ്പോ ഇടത്തെ സൈഡിൽ ഇൻഫിനിറ്റിയിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെ നമുക്ക് ഇമേജ് കിട്ടും? വലത്തെ സൈഡിൽ F2ൽ നമുക്കൊരു ഇമേജ് കിട്ടും. നമ്മൾ പറഞ്ഞിരുന്നു കോൺവെക്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഏതാ? F2. ഏതാണ്? F2. കാരണം നമ്മുടെ എളുപ്പത്തിന് വേണ്ടി എല്ലാ കേസിലും ഇടത്തെ സൈഡിൽ നിന്നാണ് എന്ത് കൊടുക്കുന്നത്? ലൈറ്റ് റേ കൊടുക്കുന്നത്. ഇപ്പൊ വലത്തെ സൈഡിൽ നിന്നാണ് ലൈറ്റ് റേ എടുപ്പിച്ചിരുന്നെങ്കിൽ F1ൽ വന്ന് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തേനെ. അത് നമുക്ക് പഠിക്കാനേ ഇല്ല. നമുക്ക് പഠിക്കാനുള്ള ലൈറ്റ് റേസ് എല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഇടതേ സൈഡിൽ നിന്ന്. ഇടതേ സൈഡിൽ നിന്ന് പാരലൽ ലൈറ്റ് റേസ് വന്നിരിക്കുന്നു. റിഫ്രാക്ഷന് ശേഷം എങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റഡ് ആവുന്നു? ഫോക്കസിലേക്ക് കോൺസെൻട്രേറ്റഡ് ആവുന്നു. നമുക്ക് ഏകദേശം ഇത്രയും സൈസുള്ള ഒബ്ജക്റ്റ് ആയിരുന്നു വെച്ചോ. ഇത്രയും സൈസുള്ള ഒബ്ജക്റ്റ് ഇവിടെ കിട്ടിയപ്പോൾ വളരെ ചെറുതായിട്ടുള്ള ഒരു പോയിന്റിലേക്ക് അത് ഒതുങ്ങി. അതുകൊണ്ടാണ് അതിന്റെ സൈസ് വളരെ എന്തെന്ന് പറയുന്നത്? ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയുന്നത്. ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, വളരെ ചെറുത്. ഇനി ഇവിടെ നമുക്കൊരു സ്ക്രീൻ വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു സ്ക്രീൻ വെച്ച് കൊടുത്താൽ, അതായത് F2യുടെ അവിടെ ഒരു സ്ക്രീൻ, F2യുടെ അവിടെ ഒരു സ്ക്രീൻ വെച്ച് കൊടുത്താൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ ഏത് ഒബ്ജക്റ്റ് ആണോ വെച്ച് കൊടുത്തത് അതിനെ വളരെ ചെറുതായിട്ട് കാണാൻ പറ്റും. വളരെ ചെറുതായിട്ട് തല തിരിഞ്ഞ് കാണാൻ പറ്റും. അതായത് ഞാൻ എന്റെ ഈ പെന്നിനെ ഇങ്ങനെയാണ് ഇൻഫിനിറ്റിയിൽ വെച്ച് കൊടുത്തതെങ്കിൽ, ഇങ്ങനെയാണ് ഇൻഫിനിറ്റിയിൽ വെച്ച് കൊടുത്തതെങ്കിൽ ദാ ഈ ഫോക്കസിൽ ഒരു സ്ക്രീനിൽ എന്റെ ഈ ഒരു പെൻസിലിന്റെ ഇമേജ് തല തിരിഞ്ഞായിരിക്കും കിട്ടുന്നത്. മാത്രമല്ല സ്ക്രീനിലാണ് കിട്ടിയത്, അതുകൊണ്ട് അതിനെ റിയൽ എന്ന് വിളിക്കുന്നു. റിയൽ ആണെങ്കിൽ കൂടെ വരുന്നവൻ ഇൻവേർട്ടഡ് ആയിരിക്കും. കൂടെ ആരായിരിക്കും എന്തുകൊണ്ടാണ്? ഇൻവേർട്ടഡ്, തല തിരിഞ്ഞ്. അപ്പോ എനിക്ക് ഈ പെൻസിലിന്, ഈ ഒരു പെന്നിനെ എനിക്ക് ഒടിക്കാൻ പറ്റില്ല. അപ്പോ ഇതിന്റെ സൈസ് ഇത്ര ഉണ്ട്. ഇൻഫിനിറ്റിയിൽ വെച്ച് കൊടുത്ത എന്റെ ഈ പെൻ ഇത്രയും സൈസ് ഉള്ളതാണ്. പക്ഷെ അവിടെ ഫോക്കസിൽ കിട്ടുമ്പോൾ അതിന്റെ സൈസ് ഇത്രയും വരില്ല. വളരെ മൈന്യൂട്ട് സൈസ് ആവും. എനിക്കത് ഇപ്പൊ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം എന്റെ പെൻ ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് വളരെ മൈന്യൂട്ട് ആയിട്ട് മാറും. വളരെ മൈന്യൂട്ട് ആയിട്ട് ആ ഫോക്കസിൽ എങ്ങനെ കാണാൻ പറ്റും? ഇത്രയും ഒഴുപ്പുള്ള ഈ പെൻ നമ്മൾ ഇൻഫിനിറ്റിയിൽ കൊണ്ട് വെച്ചിട്ട് കോൺവെക്സ് മിറർ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ ഫോക്കസിൽ നമുക്ക് ലഭിക്കുകയും അത് വളരെ ചെറുതായിരിക്കുകയും ചെയ്യും. മാത്രമല്ല
ആ ഫോം ചെയ്തത് സ്ക്രീനിലാണ്. സ്ക്രീനിലായതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കും? റിയൽ ഇമേജ്. റിയൽ ഇമേജ് എന്നും എങ്ങനെയുള്ളതായിരിക്കും? തല തിരിഞ്ഞിട്ടുള്ളതായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കോൺവെക്സിന്റെ ആദ്യത്തെ 5 കേസും കേസിന്റെ കാര്യത്തിലും ഇമേജ് ഉണ്ടാകുന്ന എവിടെയായിരിക്കും? വലത്തെ സൈഡിൽ. കോൺവെക്സിന്റെ ഒരേ ഒരു കേസ് മാത്രമേ എവിടെ ഉണ്ടാകത്തുള്ളൂ? ഇടത്തെ സൈഡിൽ. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഇടത്തെ സൈഡിൽ ഉണ്ടാകുന്ന ഒരേ ഒരു ലാസ്റ്റ് കേസ് മാത്രമാണ് ഏത് കേസ്? വെർച്വൽ കേസ്. ഏത് കേസാണ്? വെർച്വൽ കേസ്. വെർച്വൽ കേസിൽ അവൻ എങ്ങനെയായിരിക്കും? അപ്രൈറ്റ് അല്ലെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസിൽ നമ്മൾ 2f1ന്റെ സൈഡിൽ, അതായത് ബിയോണ്ട് 2f1 ആണ് നമ്മൾ എന്ത് വെക്കേണ്ടത്? ഒബ്ജക്റ്റ് വെക്കേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റ് 2f1ന്റെ സൈഡിൽ വെച്ചാൽ മിനിമം 2 ലൈറ്റ് റേസ് ആണ് നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള റൂൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും AC എന്നുള്ളത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേ ആണ്. അത് എന്ത് ചെയ്യും? നമുക്കറിയാം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേ റിഫ്രാക്ഷൻ ശേഷം ഫോക്കസിലൂടെ കടന്നു പോകും. ഏത് ഫോക്കസ്? F2യിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പാരലൽ ലൈറ്റ് റേ F2യിലൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ ലൈറ്റ് റേ നമ്മൾ ഇതിന്റെ ഇമേജ് ഫോർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? ഒപ്റ്റിക്കൽ സെന്ററിലൂടെ ഉള്ളത്. ഒപ്റ്റിക്കൽ സെന്ററിലൂടെ തന്നെ റിഫ്രാക്ഷൻ ഇല്ലാതെ കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതിന്റെ ഇമേജ് എവിടെയാണ് ഉണ്ടായത്? F2ക്കും 2f2ക്കും ഇടയിലാണ് ഉണ്ടായത്. മാത്രമല്ല ഇത് ഉണ്ടായത് F2ക്കും 2f2ക്കും ഇടയിലാണ്. നമ്മൾ ഇവിടെ ഒരു സ്ക്രീൻ വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു B', A' എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജിനെ കാണാനും പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായ ആ ഒരു ഇമേജ്, സ്ക്രീനിൽ ഉണ്ടായ B', A' എന്ന് പറയുന്ന ഇമേജ് എന്തുവാണ്? ഇൻവേർട്ടഡ് രീതിയിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? ഇൻവേർട്ടഡ് രീതിയിലാണ്, ഇൻവേർട്ടഡ് ആയിട്ടാണ് ആരോപിച്ചിരിക്കുന്നത്. നമ്മൾ വെച്ചു കൊടുത്തത് നേരെയായിരുന്നു. മാത്രമല്ല ഇതിന്റെ സൈസ് ഏകദേശം ഈ പെന്നിന്റെ അത്രയും സൈസ് ഉണ്ടായിരുന്നു ഒബ്ജക്റ്റിന്. പക്ഷേ ഇമേജ് സ്ക്രീനിൽ കിട്ടിയതിന് അത്രയും സൈസ് ഇല്ല, ചെറുതായിട്ടുണ്ട്. അതിനർത്ഥം നേരത്തെ കേസിനെക്കാട്ടിലും സൈസ് എന്തായിട്ടുണ്ട്? വലുതായിട്ടുണ്ട്. നേരത്തെ ഹൈലി ഡിമിനിഷ്ഡ് ആയിരുന്നു, വളരെ ചെറുത്. പക്ഷേ രണ്ടാമത്തെ കേസിൽ സൈസ് കുറച്ചുകൂടി എന്ത് ചെയ്തു? രണ്ടാമത്തെ കേസിൽ സൈസ് കുറച്ചുകൂടി വലുതായി. പക്ഷേ ഇതിനെക്കാട്ടിലും വലുതായിട്ടില്ല, ഒബ്ജക്റ്റിനെക്കാട്ടിലും വലുത് ആയിട്ടില്ല. മൂന്നാമത്തെ കേസ് നമ്മൾ പഠിച്ചത് അറ്റ് 2f1 ആണ്. അറ്റ് 2f1 മൂന്നാമത്തെ കേസ് നമ്മൾ പഠിച്ചത് അറ്റ് 2f1 ആണ്. 2f1ന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ ലൈറ്റ് റേ പാരലൽ ലൈറ്റ് റേ ആണ്. പാരലൽ ലൈറ്റ് റേ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്? ഫോക്കസിലൂടെ. ഏത് ഫോക്കസ്? F2യിലൂടെ. കോൺവെക്സിന്റെ റൂൾ നമ്മൾ പഠിച്ചതായിരുന്നു. പാരലൽ ലൈറ്റ് റേ കടന്നു പോകുന്നത് ഏതിലൂടെയാണ്? ഫോക്കസിലൂടെ, F2യിലൂടെ. മാത്രമല്ല രണ്ടാമത്തെ ലൈറ്റ് റേ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഒപ്റ്റിക്കൽ സെന്ററിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ സെന്ററിലൂടെ കടന്നു പോകുന്നത് റിഫ്രാക്ഷൻ ഇല്ലാതെ എന്ത് ചെയ്യും? കടന്നു പോവുകയും എവിടെ കൂട്ടിമുട്ടുകയും ചെയ്യുന്നു? ആ ഫിഗറിൽ കാണുന്നത് പോലെ ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുകയും ചെയ്യുന്നു. നമ്മൾ വന്നപ്പോൾ അതിന്റെ ഇമേജ് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സ്ക്രീനിലാണ്. ആ സ്ക്രീനിൽ കിട്ടിയത് തലകുത്തനെയുമാണ്. സോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എത്രയാണോ സൈസ് ഓഫ് ഒബ്ജക്റ്റ് എത്രയായിരുന്നോ അത്രയും തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന സൈസ് ഓഫ് ഇമേജ്. സൈസ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ഇമേജ്. അപ്പോൾ ഒബ്ജക്റ്റ് സൈസും ഇമേജ് സൈസും ഈക്വൽ ആകണമെങ്കിൽ അത് ഏതായിരിക്കും കേസ്? അത് അറ്റ് 2f1 ആയിരിക്കും. എവിടെയായിരിക്കും കിട്ടുന്നത്? അറ്റ് 2f2ൽ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്? അവരുടെ സൈസ് സെയിം ആയിരിക്കും, പക്ഷേ റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. ഫോർത്ത് കേസിൽ നമുക്ക് ഒബ്ജക്റ്റ് വെക്കുന്നത് 2f1നും f1നും ഇടയ്ക്കാണ്. ഫോർത്ത് കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് 2f1നും f1നും ഇടയ്ക്കാണ്. അപ്പോൾ 2f1നും f1നും ഇടയ്ക്ക് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇതാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് റേ ഓഫ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലൽ ലൈറ്റ് റേ ആണ്. പാരലൽ ലൈറ്റ് റേ ഇതിലൂടെ കടന്നു പോകുന്നു, ഫോക്കസിലൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ ലൈറ്റ് റേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്നതാണ്. അത് ഒപ്റ്റിക് സെന്ററിൽ കൂടെ തന്നെ റിഫ്രാക്ഷൻ ഇല്ലാതെ അങ്ങനെ കടന്നു പോകുന്നു.
നോക്കുമ്പോൾ മനസ്സിലാവും ഇത്രയാണ് ഒബ്ജക്റ്റിന്റെ സൈസ് ആയിരുന്നത്. പക്ഷെ ഇമേജ് കിട്ടുന്നത് എവിടെയാണെന്ന് നോക്കിക്കേ, ബിയോണ്ട് 2f2. ബിയോണ്ട് 2f2 ഒരു സ്ക്രീൻ വെച്ച് കൊടുത്തിട്ട് ആ സ്ക്രീനിലാണ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ലഭിച്ചിരിക്കുന്നത്. ആ കിട്ടിയ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ഇൻവേർട്ടഡും ആണ്. മാത്രമല്ല സൈസ് നോക്കിക്കേ, ഇത്രയായിരുന്നു ഞാൻ വെച്ച് കൊടുത്ത ഒബ്ജക്റ്റിന്റെ സൈസ്, പക്ഷേ കിട്ടിയത് വലുതാണ്, എൻലാർജ്ഡ് ആയി. സോ അതുകൊണ്ടാണ് അതിന്റെ സൈസ് എന്തെന്ന് പറയുന്നത് എൻലാർജ്ഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടു ഈ കേസിൽ എല്ലാം ഇടത്തെ സൈഡിലാണ് ഒബ്ജക്റ്റ് വെച്ച് കൊടുക്കേണ്ടത്, വലത്തെ സൈഡിലാണ് ഇമേജ് കിട്ടുന്നത്. കിട്ടിയ ഇമേജ് എല്ലാം തന്നെയും എന്തായിരുന്നു? റിയലും ഇൻവേർട്ടഡും ആയിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് എല്ലാ കേസിലും ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് ഹൈലി ഡിമിനിഷ്ഡ് ആയിരുന്നു. അവിടെ കുറച്ചുകൂടെ സൈസ് കൂടി, അതുകൊണ്ട് അതിനെ ഡിമിനിഷ്ഡ് എന്ന് പറയുന്നു. ഇവിടെ കുറച്ചുകൂടെ സൈസ് കൂടി, സെയിം സൈസ് ആയി. ഇവിടെ ആയപ്പോൾ എന്ത് പറ്റി? നാലാമത്തെ കേസ് ആയപ്പോൾ സൈസ് ഇത്തിരി കൂടി വലുതായി, അതുകൊണ്ട് നമ്മൾ അതിനെ എൻലാർജ്ഡ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ കേസിലെല്ലാം ഇടത്തെ സൈഡിലാണ് ഒബ്ജക്റ്റ് വെച്ച് കൊടുത്തത്, വലത്തെ സൈഡിലാണ് ഇമേജ് കിട്ടിയത്. വലത്തെ സൈഡിൽ കിട്ടുന്നതെല്ലാം ഒരു സ്ക്രീനിലായിരുന്നു, സ്ക്രീനിൽ കിട്ടിയതെല്ലാം തലകുത്തനെയായിരുന്നു. അതുകൊണ്ട് അതെല്ലാം എന്ത് ടൈപ്പ് ഓഫ് ഇമേജസ് ആണ്? അപ്പൊ ഫോക്കസ്ഡ് ആണ് നമ്മൾ അടുത്ത കേസിൽ ഒബ്ജക്റ്റ് വെക്കുന്നത്. പാരലൽ ലൈറ്റ് റേ യൂസ് ചെയ്യുന്നു. പാരലൽ ലൈറ്റ് റേസ് ഇതിലൂടെ പോകുന്നു, ഫോക്കസിലൂടെ കടന്നു പോകുന്നു. പിന്നെ ഉള്ളത് ഒപ്റ്റിക്കൽ സെന്ററിലൂടെ ഉള്ളത് റിഫ്രാക്ഷൻ ഇല്ലാതെ ഒപ്റ്റിക്കൽ സെന്ററിലൂടെ തന്നെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഈ രണ്ട് ലൈറ്റ് റേസും പാരലൽ ആണ്, ഒരിക്കലും കൂട്ടിമുട്ടില്ല. പാരലൽ ലൈറ്റ് റേസ് നെവർ ഇന്റർസെക്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഇത് ഒരിക്കലും കൂട്ടിമുട്ടില്ല. പാരലൽ ലൈറ്റ് റേസ് നെവർ ഇന്റർസെക്ട്. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യാത്ത ഈ ഒരു രണ്ട് പാരലൽ ലൈറ്റ് റേസിന്റെ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഉണ്ടാവുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ കേസിൽ നമുക്ക് കാണാൻ പറ്റും, ഇയാളാണ് കോൺവെക്സിന്റെ കേസിൽ ആകെ നമുക്ക് വെർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഒരു ഇമേജ് തരുന്നത്. വെർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമേജ് തരുന്നത് ഇയാൾ മാത്രമാണ്. അതിനുവേണ്ടി നമ്മൾ വെച്ചു കൊടുക്കുന്നത് F1നും Oക്കും ഇടയിലാണ്. F1നും Oക്കും ഇടയിലാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത്. F1നും Oക്കും ഇടയിൽ വെച്ചു കൊടുത്താൽ എന്ത് പറ്റും? നമ്മൾ ഫസ്റ്റ് റേ ഉപയോഗിക്കുന്നത് പാരലൽ ലൈറ്റ് റേ ഫോക്കസിലൂടെ കടന്നു പോകുന്നതും, അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിലൂടെ ഉള്ളത് റിഫ്രാക്ഷൻ ഇല്ലാതെ കടന്നു പോകുന്നതുമായിട്ടുള്ള രണ്ട് ലൈറ്റ് റേസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. നമുക്ക് കാണാൻ പറ്റും ഇത് പാരലലും അല്ല, ഒരിക്കലും ഇന്റർസെക്റ്റും ചെയ്യില്ല. ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകും, ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകും, ഒരിക്കലും അത് കൂട്ടിമുട്ടില്ല. പാരലലും അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ ഇമേജ് കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, എവിടെയാണോ ഒബ്ജക്റ്റ് വെച്ചു കൊടുത്തത് അതിന്റെ സെയിം സൈഡിൽ തന്നെയാണ്, അതായത് ഇടത്തെ സൈഡിൽ തന്നെയാണ്. ഇമേജ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ റേസിനെ പുറകോട്ട് എക്സ്ട്രാപോളേറ്റ് ചെയ്യുകയും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇവിടെയാണ് നമുക്ക് അതിന്റെ ഇമേജ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ മാത്രമാണ്, ഇടത്തെ സൈഡിൽ വെച്ചു കൊടുത്തപ്പോൾ ഇടത്തെ സൈഡിൽ കിട്ടിയ ഈ ഒരു കേസിൽ മാത്രമാണ് കോൺവെക്സ് ലെൻസിൽ നമുക്ക് വെർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് ലഭിക്കുന്നത്. മാത്രമല്ല ഇത് വളരെ ചെറുതായിരുന്നു, ഇത് എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കിട്ടിയത്. മാത്രമല്ല ഇത് അപ്രൈറ്റ് ആണ്, ഇറക്റ്റ് ആണ്, വെർച്വലുമാണ്. വെർച്വൽ എന്ന് പറഞ്ഞാൽ ഇത് സ്ക്രീനിലല്ല ലഭിക്കുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും ഇത് സ്ക്രീനിലല്ല ലഭിക്കുന്നത്. ഇവിടെ ഒരു സ്ക്രീൻ അല്ല വെച്ച് കൊടുക്കേണ്ടത്. അതിന്റെ കൺസെപ്റ്റ് നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് AB ചെറുതായിരുന്നു, അതിന്റെ ഇമേജ് ലഭിച്ചത് ഇവിടെയാണ്. ഇത് വെർച്വൽ ഇമേജ് ആണ്. വെർച്വൽ ഇമേജ് cannot be caught on a screen. ഇവിടെ നമ്മൾ ഇന്റർസെക്ട് ചെയ്യിപ്പിക്കാൻ പോയാൽ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. സോ അതിനെ നമ്മൾ പുറകോട്ട് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് ഈ പോയിന്റിലാണ് നമുക്ക് ഇന്റർസെക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കേസ് ഓഫ് കോൺവെക്സ് ലെൻസ്. ഇതാണ് വെർച്വൽ കേസ്. ഇറക്റ്റ് ആയിരിക്കും, സൈസ് ഓഫ് ദ ഇമേജ് എൻലാർജ്ഡ് ആയിരിക്കും. ഇനി കോൺകേവിന് രണ്ട് കേസുകളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇവിടെ ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുകയാണ്. ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റിനെ വെച്ചാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പാരലൽ ആയിരിക്കും. ആ പാരലൽ ലൈറ്റ് റേ എന്ത് ചെയ്യും? നമ്മൾ റൂൾ പഠിച്ചിരുന്നു, കോൺകേവ് ആണെങ്കിൽ ഡൈവേർജ് ചെയ്തു പോകും. ആ ഡൈവേർജ് ചെയ്തു പോകുന്ന ആ ലൈറ്റ് റേനെ നമ്മൾ പുറകോട്ട് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ അത് എവിടെ നിന്ന് വരുന്ന പോലെ തോന്നും? F1ൽ നിന്ന് വരുന്നത് പോലെ നമുക്കൊരു തോന്നൽ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് ഡൈവേർജ് ആണ് ചെയ്യുന്നത്, അതിനെ പുറകോട്ട് എക്സ്ട്രാപോളേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അത് ഫോക്കസിൽ ലഭിക്കുന്നു. അപ്പോൾ
നമുക്ക് പറയാം ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് കിട്ടുന്നത് ഫോക്കസിലായിരിക്കും. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം പറഞ്ഞു തന്നിരുന്നു. ഇടതേ സൈഡിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്, ഇടതേ സൈഡിലാണ് ഇമേജ് കിട്ടിയത്. ഇടതേ സൈഡിൽ തന്നെ ഇമേജ് കിട്ടിയാൽ അത് വെർച്വൽ ആണ്. ലെൻസസിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് എളുപ്പ രീതിയിൽ പഠിച്ചു വെക്കാം. ഇടതേ സൈഡിൽ ഒബ്ജക്റ്റും ഇടതേ സൈഡിൽ ഈ ഇമേജും കിട്ടിയപ്പോൾ അത് വെർച്വൽ ആണ്. കാണാം, ഇത്രയും വലിയ ഒരു ഒബ്ജക്റ്റ് വെച്ച് കൊടുത്തിട്ടും നമുക്ക് വളരെ പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഇവിടെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു വെർച്വൽ ഇമേജസ് ആണ്, വെർച്വൽ ഇമേജ് ആണ്, വെർച്വൽ ഇമേജും ആണ്. അതിന്റെ സൈസ് ഹൈലി ഡിമിനിഷ്ഡും ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കേസ് ഓഫ് കോൺകേവ് ലെൻസ്, നമ്മൾ ഈ ഇൻഫിനിറ്റിക്കും അതായത് വളരെ ദൂരത്തിനും ഇൻഫിനിറ്റിക്കും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിൽ എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് F1നും ഓക്കും ഇടയിലായിരിക്കും. ഇമേജ് കിട്ടുന്ന F1നും ഓക്കും ഇടയിലായിരിക്കും. എങ്ങനെയാണത്? ഒപ്റ്റിക് സെന്ററിലൂടെയുള്ള ലൈറ്റ് റേ അങ്ങനെ റിഫ്രാക്ഷൻ ഇല്ലാതെ കടന്നു പോകുന്നു. പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേ കോൺകേവ് ലെൻസിൽ എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്തു പോകുന്നു. ആ ഡൈവേർജ് ചെയ്തു പോകുന്നത് നമ്മൾ പുറകോട്ട് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ F1ൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ F1ൽ നിന്നാണ് ഇത് ഇങ്ങനെ ഡൈവേർജ് ചെയ്തു പോകുന്നത് എന്നുള്ള ഒരു ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ രണ്ട് ലൈറ്റ് റേസ് ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നേരത്തെ അപേക്ഷിച്ചിട്ട് സൈസ് വളരെ പോയിന്റ് സൈസിലായിരുന്നു, അതിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ സൈസ് ഇച്ചിരി വലുതായിട്ടുണ്ട്. സോ വെർച്വൽ ഇമേജ് ബട്ട് സൈസ് ഇതിനെക്കാട്ടിലും വലുതായി. സോ ഹൈലി ഡിമിനിഷ്ഡ് ആയിരുന്നു മറ്റേത്. ഇവിടെ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? ഡിമിനിഷ് എന്ന് വിളിക്കാം. സോ ഇത്രയാണ് കോൺകേവിന്റെയും കോൺവെക്സിന്റെയും 6 8 റേ ഡയഗ്രത്തിന്റെ കേസുകൾ.